എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന പഴംപൊരീൻ്റെ ഒരു ടേസ്റ്റില്ലേ, ആ ടേസ്റ്റിലുള്ള സൂപ്പർ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പഴംപൊരി തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ നമുക്ക് പഴത്തിന് നന്നായിട്ട് കനം കുറച്ച് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ 3-4 പീസാക്കിയാലും പ്രോബ്ലം ഇല്ല. നല്ല കനം കുറഞ്ഞിട്ടുള്ള പീസുകളാണ് ടേസ്റ്റ് ഉണ്ടാവുക കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ ഒരു വണ്ണത്തിനനുസരിച്ച് 3-4 ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 3 പഴം എടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള മാവ് തയ്യാറാക്കാൻ 1 കപ്പ് മൈദപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വറുത്തരിപ്പൊടി, നമ്മുടെ പത്തിരിപ്പൊടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്. അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ സ്പെഷ്യൽ ചേരുവയായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇനി ഇതിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പഴംപൊരി നന്നായിട്ട് പൊന്തി വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ മാവ് കലക്കിയിട്ട്. ഇനി നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നേരിയ മധുരം മാവിന് ഉണ്ടാകുന്നത് ടേസ്റ്റ് ആണല്ലോ. പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴംപൊരിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഓരോ പഴങ്ങളായിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. വല്ലാണ്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ ധാരാളം എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പഴംപൊരികളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഉള്ളിലൊക്കെ, എന്നാൽ പുറത്തൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ഒരു തൈരിൻ്റെ പുളിയൊന്നും ഒട്ടും അറിയില്ല കേട്ടോ. ആ ഒരു സംശയമൊന്നും വേണ്ട. അപ്പോൾ തൈരില്ലെങ്കിൽ ദോശമാവ് വേണമെങ്കിൽ അതായാലും ചേർക്കാം. അപ്പോൾ മാവ് പുളിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.